ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൽ കഴിഞ്ഞ, അതായത് 2023 മോഡൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി. നിങ്ങൾക്ക് ആദ്യം ഒരു ജോഡി തന്നിട്ടുണ്ട്. എന്താ? മൂവിങ് കോയിൽ മൈക്രോഫോൺ. മൂവിങ് കോയിൽ മൈക്രോഫോണിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താന്ന് നോക്ക്. നമുക്കറിയാം മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ സൗണ്ട് എനർജി എന്തായിട്ട് മാറാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്, അല്ലേ? മൈക്ക് അങ്ങനെയല്ല. മൈക്കിൽ എങ്ങനെയല്ല, നമ്മൾ സൗണ്ട് കൊടുക്കുന്നു, അത് എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് പവർ ജനറേറ്ററിനകത്ത് നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ജനറേറ്ററിൽ എന്താ നടക്കുന്നത്? മെക്കാനിക്കൽ എനർജിയാണ്, അല്ലേ? അതൊരു മെഷീൻ അല്ലേ? അപ്പം മെക്കാനിക്കൽ എനർജി എന്തായിട്ടും കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ എനർജി കൺവേർഷൻ്റെ ഒരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അത് നല്ലപോലെ എല്ലാവരും പഠിക്കണം. ഇതിനകത്ത് നമുക്ക് എത്ര മാർക്കുണ്ട്? 1 മാർക്കാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ഗ്രീൻ എനർജി? നമ്മൾ ഫിസിക്സിനകത്തുള്ളതാണ് ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും. ഓക്കെ, ഇതിനകത്ത് ഈ ആറ്റോമിക് റിയാക്ടർ വരില്ല, ഡീസൽ എഞ്ചിൻ വരില്ല, വിൻഡ് മില്ലാണ് ഗ്രീൻ എനർജിയിൽ പെടുന്നത്. തെർമൽ പവർ സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? വിൻഡ് മില്ലാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ എനർജിയിൽ ഉൾപ്പെടുന്നത് ആര് മാത്രമാണ്? വിൻഡ് മില്ലാണ്. അപ്പോൾ നമുക്ക് ഫിസിക്സിനകത്ത് പഠിക്കാനുണ്ട് ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണേ. അതിൽ നിന്ന് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. നോക്കിയേ, നമുക്ക് ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാം. അതായത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സാധാരണ ഒരു കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക്, ഓക്കെ, ഹെൽത്തി നോർമൽ വിഷൻ ഉള്ള ഒരാൾക്ക് അയാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഒരു സാധാരണ അടുത്ത് പിടിച്ച് വായിക്കാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ അയാളുടെ ഫാർ പോയിന്റ്, ഒരു നോർമൽ വിഷൻ ഉള്ള ഒരാളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്, അല്ലേ? എത്ര അകലത്തിലുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? എത്ര അകലെയുള്ള ചന്ദ്രനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിയും നിയർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 25 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനത്തെ ആളിൽ? നോർമൽ വിഷൻ ആണെങ്കിൽ. ക്ലിയർ ആണോ? ഇനി കണ്ണിനുണ്ടാവുന്ന 2 ഡിഫക്റ്റുകളാണ് ലോങ് സൈറ്റ്നെസ്സും അതുപോലെ തന്നെ നിയർ സൈറ്റ്നെസ്സും. ലോങ് സൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അകലെയുള്ളത് കാണാൻ സാധിക്കും, അടുത്തുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആണോ? അപ്പം അടുത്തുള്ളത് കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അയാളുടെ നിയർ പോയിന്റിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലേ? നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ അല്ല, അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് അടുത്തുള്ളത് കാണാൻ സാധിക്കാത്തത്. അപ്പം അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ലോങ് സൈറ്റ്നെസ് എന്ന് വിളിക്കുക. ഓക്കെ, അതിന് നമ്മൾ പരിഹാരമാർഗമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നിയർ സൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണാൻ സാധിക്കില്ല. അപ്പോൾ അയാൾ അകലെയുള്ളതെന്ന് പറഞ്ഞാൽ ഫാർ പോയിന്റ് അല്ലേ? ആ ഫാർ പോയിന്റിൽ അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിയർ സൈറ്റ്നെസ് ഉള്ള ആളുടെ ഫാർ പോയിന്റ് ഒരിക്കലും എന്തായിരിക്കില്ല? ഇൻഫിനിറ്റി ആയിരിക്കില്ല. അതുപോലെ ലോങ് സൈറ്റ്നെസ് ഉള്ള ഒരാളുടെ എന്താണ്? നിയർ പോയിന്റ് ഒരിക്കലും എന്തായിരിക്കണം എന്നില്ല? 25 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്നില്ല. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നിയർ സൈറ്റ്നെസ് ഉള്ള ഒരാൾക്ക് പരിഹാരമായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ലെൻസ് ഏതായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയ ഒന്നാമത്തത്, ലോങ് സൈറ്റ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ കോൺകേവ് ലെൻസ്. ലോങ് സൈറ്റ്നെസ് നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണോ റെക്ടിഫൈ ചെയ്യണത്? അല്ല, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടല്ലേ? അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ, ഇനി നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് ലോങ് സൈറ്റ്നെസ്. ലോങ് സൈറ്റ്നെസ് ഉള്ള ഒരാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ 25 സെൻറ്റിമീറ്റർ അല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ലോങ് സൈറ്റ്നെസ് എന്ന് പറയുന്ന പ്രശ്നത്തിന് എന്താ? അടുത്തുള്ളത് കാണാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. അടുത്തുള്ളത് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന അർത്ഥം എന്താ? അയാളുടെ നിയർ പോയിന്റ് ഒരിക്കലും 25 അല്ല, അല്ലേ? അപ്പോൾ 25 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, ഫാർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് നിയർ സൈറ്റ്നെസ് ഇസ് അറ്റ് ഇൻഫിനിറ്റി.
നിയർ സൈറ്റ്നെസ് ഉള്ള ആൾക്ക് ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണോ? ഒരിക്കലും ഇൻഫിനിറ്റി ആവില്ല. അടുത്തുള്ളത് കാണാൻ സാധിക്കും, അകലെയുള്ളത് കാണാൻ സാധിക്കില്ല. സാധാരണ ഫാർ പോയിന്റ് നോർമൽ വിഷനിൽ ഇൻഫിനിറ്റി ആണ് അല്ലേ? പക്ഷെ നിയർ സൈറ്റ്നെസ് ഉള്ള ഒരാളുടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കുമോ? ഇൻഫിനിറ്റി ആയിരിക്കില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അടുത്തത്, ഷോർട്ട് സൈറ്റ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ്. ഷോർട്ട് സൈറ്റ് നമ്മൾ എങ്ങനെയാണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടല്ലേ? ഇവിടെ കോൺവെക്സ് ലെൻസ് എന്നാണ്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, തെറ്റിക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ മിറർ വിച്ച് ഓൾവേസ് ഫോം വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ഇവിടെ താഴെ തന്നിരിക്കുന്ന 3 മിററുകളാണ് ഉള്ളത്. പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. ഇതിനകത്ത് വിർച്വലും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് കാണിക്കുന്നത് എപ്പോഴും, ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് ഓൾവേസ് ഫോം വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്. വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് കാണിക്കുന്ന മിറർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. ഏതാണ്? കോൺവെക്സ് മിറർ. അപ്പോൾ ഈ 2 മിററിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണ്ടേ? കാരണം ഇനി കോൺകേവ് മിററിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് എഴുതണം. കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജും കിട്ടുന്നുണ്ട്, ഇറക്റ്റ് ഇമേജും കിട്ടുന്നുണ്ട്. വിർച്വൽ ഇറക്റ്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ ഇൻവെർട്ടഡും കിട്ടുന്നുണ്ട്. മനസ്സിലായ? വിർച്വൽ ഇമേജും റിയൽ ഇമേജും ഒക്കെ കിട്ടുന്നത് ഏതിലാ? കോൺകേവ് മിററിൽ. ഓക്കെ. എന്നാൽ പ്ലെയിൻ മിററിൽ വിർച്വൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ അതേ സെയിം സൈസ് തന്നെ ആയിരിക്കും ആർക്ക്? ഇമേജിനുണ്ടാകുന്നത്. ഓക്കെ. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയാണ് ആർക്കും ഉണ്ടാകുന്നത്? ഇമേജിനുണ്ടാകുന്നത്. അല്ലാതെ ഡിമിനിഷ്ഡ് ഇമേജ് ആരിലില്ല? പ്ലെയിൻ മിററിലില്ല. മനസ്സിലായ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എപ്പോഴും വിർച്വലും ഡിമിനിഷ്ഡ് ഒക്കെ കിട്ടുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് ഏത് മാത്രമാണ്? കോൺവെക്സ് മിററാണ്. ക്ലിയർ ആണല്ല? കോൺകേവ് മിററിൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് കിട്ടുന്നുണ്ട്, റിയൽ ആൻഡ് ഇൻവെർട്ടഡ് കിട്ടുന്നുണ്ട്. പ്ലെയിൻ മിററിൽ എങ്ങനത്തെ ഇമേജ് ആണ്? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റിന്റെ അതേ സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇമേജ് എങ്ങനെയായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്തത്, അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, സൈൻ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അതെല്ലാവരും പഠിച്ചിരിക്കണം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് കോൺകേവ് ലെൻസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പഠിച്ചു വെക്കണം കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, രണ്ടു വട്ടം പറഞ്ഞു പഠിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവും. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 5 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോന്നിനും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഭാഗങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ദ മോസ്റ്റ് സ്റ്റേബിൾ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം 24. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s 2s 2p 3s എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെല്ലാവരും ഓർഡറിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെമിസ്ട്രി എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ഇവിടെ സാധാരണ ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. 1s2 2s2 2p6 3s2 ഇങ്ങനെ എഴുതി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവസാനിക്കുന്നത് ശരിക്കും എങ്ങനെയാണ്? 3d4 4s2ലാണ് അവസാനിക്കുന്നത്. മനസ്സിലായ? പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് ഒരിക്കലും 4ലോ 9ലോ അവസാനിക്കാൻ പാടില്ല. ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് 4ലോ 9ലോ അവസാനിക്കരുത്. കാരണം അതിന് ഏറ്റവും സ്റ്റേബിൾ ആകുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുന്നത് എപ്പോഴും എങ്ങനത്തെ അവസ്ഥയിലാണ്? D5ലും D10ലുമാണ് അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇതിൽ ഇപ്പോൾ 2 ഇലക്ട്രോണിൽ അതിൽ നിന്ന് 1 ഇലക്ട്രോൺ ആർക്ക് കടം കൊടുക്കും? ഈ പറയുന്ന D4ലേക്ക് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? D5 ആയി അല്ലേ? അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായ? 3d5 4s1 കണ്ട. അപ്പോൾ ഇതിൽ ഒരെണ്ണം കുറഞ്ഞു, ആ ഒരെണ്ണം ആർക്ക് പോയി? ഡിയിലേക്ക് പോയി. അപ്പോൾ ഇതിനകത്ത് സ്റ്റേബിൾ ആകുന്നത് 3d5 4s1 അല്ലേ?
അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്നാണ്, സ്റ്റേബിൾ ഏതാണെന്ന് ചോദ്യം. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? 3d5 4s1. കണ്ട. അപ്പം നിങ്ങൾ ക്രോമിയം 24 ശ്രദ്ധിച്ച് കേൾക്കണേ, ക്രോമിയം 24ലെയും അതുപോലെ കോപ്പർ 29 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആളുകളാണ്. ഇതേപോലെ വരുന്ന ഒരാളും തന്നെയാണ് കോപ്പർ 29. കോപ്പർ 29 നിങ്ങൾ ഇതേപോലെ എഴുതി നോക്കാം. ഓക്കെ, എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ D9 ഇങ്ങനെ അവസാനിക്കുന്നത് കാണാം. D9 അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള 4s2 നിന്ന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് എന്താക്കി മാറ്റണം? 10 ആക്കി മാറ്റണം. അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ. കോപ്പർ 29. അപ്പോൾ ഈ രണ്ടാളുകളെയും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ മാർക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. The volume of 1 GMM of any gas at STP is dash എന്നാണ് കൊടുത്തിരിക്കുന്നത്. The volume of 1 GMM of any gas at STP. STP ഗ്യാസ് അതായത് 1 GMMലുള്ള ഏത് ഗ്യാസും അതിൻ്റെ STP എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. പഠിച്ചിരിക്കണം കേട്ടോ. 1 GMMലുള്ള ഏതൊരു ഗ്യാസിൻ്റെ STPയിലുള്ള വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും. തെറ്റിക്കരുത്. അടുത്തത്, വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് അറ്റ് ദി കാഥോഡ് വെൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈസ്ഡ്. ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഡ് ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോഡ് ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് ഇലക്ട്രോഡിനെ ഇലക്ട്രോലൈസിസിനകത്ത് പഠിച്ചിരിക്കണം. ഇലക്ട്രോലൈസിസിൽ പോസിറ്റീവ് ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേര് ആനോഡ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേര് എന്താണ്? കാഥോഡും എന്നാണ്. അപ്പോൾ ഇലക്ട്രോലൈസിസ് സോഡിയം ക്ലോറൈഡ്, ഇവിടെ ആരാണ് നമ്മൾ ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് ഇലക്ട്രോലൈസിസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആനോഡിൽ കിട്ടുന്നത് ആരായിരിക്കും? ക്ലോറിൻ ഗ്യാസും. അതുപോലെ തന്നെ കാഥോഡിൽ കിട്ടുന്നത് ആരായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസും ആയിരിക്കും. തെറ്റിക്കോ? ഉറപ്പല്ലേ? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡിൽ കിട്ടുന്നത് ആരായിരിക്കും? ഹൈഡ്രജനും. പോസിറ്റീവായിട്ടുള്ള ആനോഡിൽ കിട്ടുന്നത് ആരായിരിക്കും? ക്ലോറിൻ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ? കാഥോഡിൽ ആരാ കിട്ടുന്നതാണ് ചോദ്യം. കാഥോഡിൽ ആരാ കിട്ടുന്നത്? ഹൈഡ്രജൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ എന്താ? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദ നെയിം ഓഫ് കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ അത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, കണ്ടിട്ടില്ലേ സ്റ്റെപ്പുകൾ? ഓക്കെ, ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉൽപ്രേരകമായിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. V2O5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. V2O5 അതിൻ്റെ ശരിയായ പേര് വെനേഡിയം പെൻഡോക്സൈഡ് കേട്ടോ. ഇനി താഴെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ? താഴെ തന്നിട്ടുള്ളതിൽ ആർക്കാണ് അഡീഷൻ റിയാക്ഷൻ സംഭവിക്കുന്നത്? ഓക്കെ, അഡീഷൻ റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ മിനിമം അവിടെ എന്താണ്? ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് എന്തുണ്ടാവാറുള്ളൂ? അഡീഷൻ റിയാക്ഷൻ നടക്കാറുള്ളൂ. കാരണം ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നിട്ടുള്ളതിൽ ഡബിൾ ബോണ്ട് വന്ന ആളാരാ? ഇദ്ദേഹമാണ് അല്ലേ. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ H2 എന്ന് പറയുന്നത് എന്താണ്? ഇവരുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും എന്താണ്? ഇവരുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുമായിട്ട് ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനകത്ത് 2 ബോണ്ടില്ലേ, അതിൽ ഒരു ബോണ്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഇതിൽ 2 ഒരെണ്ണം എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്താവും? ഈ പറയുന്ന 2 ഹൈഡ്രജനും ഇവരെ കൂടെ ചേർന്ന് എന്തായി? CH3 ആയിട്ട് മാറി. ഇത് ചെയിൻ ഫോമിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇവിടെ കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ അതാണ് ഈ 2 ബോണ്ട് ഇട്ട് 2 ഹൈഡ്രജൻ. ഈ ഡബിൾ ബോണ്ട് താഴെ കാണുന്ന ഡബിൾ ബോണ്ട് സിയുടെ കൂടെ 2 ഹൈഡ്രജൻ പ്ലസ് ഈ 2 ഹൈഡ്രജൻ. ഓക്കെ, ഇതിനെന്താ സംഭവിക്കുന്നത്? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ 2 ബോണ്ടിൽ ഒരു ബോണ്ടിന് ബ്രേക്ക് സംഭവിച്ചിട്ട് ഒരു ബോണ്ട് ഇവിടെയും ഒരു ബോണ്ട് ഇവിടെയും വരും. മനസ്സിലായ? ഇത് ഓൾറെഡി ഇവിടെ 2 പേരുണ്ടായിരുന്നു, ഇവർ 2 പേരുണ്ടായിരുന്നു അല്ലേ. ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെയും എന്ത് വന്ന്? ഒരു ബോണ്ട് വന്ന്. എന്നിട്ട് ഈ 2 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജനും ഇവിടെയും വന്നു. അപ്പോൾ ഡബിൾ ബോണ്ടിന് എന്ത് സംഭവിച്ചു? ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? സിംഗിൾ ബോണ്ടായി. അപ്പോൾ സാധാരണ അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡബിൾ ബോണ്ടോ അതല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാകണം.
മനസ്സിലായ? അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഫിസിക്സിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ അടുത്ത സെക്ഷനുകൾ ഉണ്ടല്ലോ, ഫിസിക്സിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട്, അതുപോലെ കെമിസ്ട്രിയിലും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.